എല്ലാം കെട്ടിവെച്ചിട്ട് എഴുതേ. ഒന്നും പഠിച്ചില്ലടാ, എനിക്കൊന്നും അറിയത്തില്ല. നീ പേടിക്കണ്ട, ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. അതെന്താടാ? എടാ പൊട്ട, കഞ്ഞി കുടിക്കാൻ പോകുന്നവരെ 15 മിനിറ്റ് മുന്നേ വിടത്തില്ലടാ പൊട്ട. അതുകൊണ്ടാ വിറ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞാൽ നമ്മളോട്. വിറ എടുത്തോണ്ട് വരാ, വയറ് കൂടുതൽ വരണേ. മറ്റെന്തെങ്കിലും എനിക്ക് മാത്രം. നിനക്കല്ല, എനിക്കും കൂടെ വേണം. ഇനി 5 മിനിറ്റ് മാത്രമേ സമയമുള്ളേ. സമയം കഴിഞ്ഞു. സാറിന് ദൂരെ അല്ലായിരുന്നോ ഡ്യൂട്ടി? എന്തൊട്ടി ഇങ്ങോട്ട്? സത്യം പറഞ്ഞ ഞാനിപ്പോ 10ലെ എക്സാം എഴുതാൻ പോകുന്നതിനാണ് കാരണം സാറാ. പ്രസന്ന സാറ് യൂണിഫോം ഇല്ലാതെ പുറത്ത് കളിച്ചപ്പോഴും സാറാണ് ആ സാറിനോട് സംസാരിച്ച് എന്നെ അകത്ത് കയറ്റിയത്. ലാസ്റ്റ് ദിവസം ഫുഡ് പോലും കഴിക്കാതെ സാറിൻ്റെ റെക്കോർഡ് ബുക്ക് ഒപ്പിട്ട് തന്നു. സാറിന് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷം ആ റെക്കോർഡ് ബുക്ക് ആണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാതെ. സത്യം പറഞ്ഞാൽ സാർ അതൊക്കെ എന്തിനു വേണ്ടി എനിക്ക് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. സാർ ഒരാൾ കാരണം ഞാനിപ്പോൾ ഈ എക്സാം എഴുതാൻ കാരണം. സാർ എന്തിനാ ഇത്ര റിസ്ക് എടുത്താ ചെറുക്കനെ അകത്ത് കയറ്റിയത്? അവനൊക്കെ ഒരു ദിവസം വെളിയിൽ നിൽക്കണം സാറേ. പിള്ളേരില്ലയോ, കുറച്ച് അബദ്ധമൊക്കെ പറ്റുമെന്നേ. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ പല കൂട്ടുകാരെയും ഞാനവിടെ കണ്ടില്ല. പക്ഷേ ഈ സാറ് ആൾക്കൂട്ടത്തിനിടെ നിൽക്കുന്നേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് ആ നേരത്ത് സാറ് തന്ന സപ്പോർട്ട് അത് വലുതായിരുന്നു. സാറേ, ഷിനു സാറിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു, വരുന്നില്ല? എല്ലാം റെഡി ആയിരിക്കുന്നു. ഇല്ല സാറേ, ഞാൻ വരുന്നില്ല. എൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദർ മരിച്ചു. സാറേ, പാർട്ടിയൊക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തില്ല എൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നൊക്കെ കാര്യം. സാറ് വാ സാറേ. ഇല്ല സാർ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ടു. ഞാൻ ഒരുപാട് പേപ്പർ കള്ളപ്പെട്ടിട്ടാ സാറിനെ കൊണ്ട് കാണിച്ചത്. സാറിനെ ഞാൻ പറ്റിക്കുകയായിരുന്നു സാറേ. രക്ഷകർത്താവിൻ്റെ ഒപ്പിട്ടുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൻ സ്വന്തമായിട്ട് ഒപ്പിട്ടുകൊണ്ട് വരും. എന്നാൽ അവൻ ഇച്ചിരി മര്യാദക്ക് വൃത്തിയായിട്ടൊക്കെ ഒപ്പിട്ടുകൂടാ. കാര്യം കുമാരനാശാന്റെ വീണപ്പൂ നമ്മളെല്ലാം പഠിച്ചില്ലയോ? അപ്പൊ ആ വരികളുടെ അലങ്കാരവും വൃത്തവും വേർതിരിച്ചെഴുതാം. 10 മാർക്ക്. സാറേ, ഈ മൺമറഞ്ഞു പോയ കലാരൂപത്തെ കുറിച്ച്, ഈ ഡാപ്സിയുടെ റാപ്പിനെ കുറിച്ച് എഴുതിയാലോ? എടാ, അപ്പുറത്തെ ക്ലാസ്സിലെ നിന്റെ അനിയന്റെ കൂട്ടുള്ള മൊണ്ണയാണല്ലോടാ നീയും. നിന്നെയാ ഒരു കൊല്ലയിലുള്ള എന്തോ തിടുക്കം? എടാ, അടുത്ത പേടെ മലയാളത്തിന്റെ എക്സാമാ. നിങ്ങളുടെ ക്ലാസ്സിൽ ചോദ്യം പറഞ്ഞു കൊടുത്ത് ഞാൻ കേട്ട്. അപ്പൊ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പേര് കൊടുത്താ മതി. ഗുഡ് മോർണിംഗ് സാർ. ഇരുന്നോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്തുവായിരുന്നു പഠിപ്പിച്ചിരുന്നേ? ഷെല്ലും സബ്ഷെല്ലും. അങ്ങനെ ഇടാ അഖിലേ, എന്തോ സബ്ഷെല്ല്? സാറേ, ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക, സബ്ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമക്കായ. എന്നാ അഖിലിമോനെ കക്ക വാരി അങ്ങോട്ട് മാറി കേട്ടോ. പൂർണിമേ, ഇന്നേക്ക് പറ. അയ്യോ സാറേ, അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാതെ അവനെങ്ങനെ പോയി പറയുന്നേ? ഇവൻ ഞങ്ങളുടെ ക്ലാസ്സിലെ അല്ല, ഇവൻ അപ്പുറത്തെ ക്ലാസ്സിലെയാ. ഇവനെ അത് പഠിപ്പിച്ചതുവാ. എന്ത് ഇവിടെ എവിടെ കക്ക ഉണ്ടോന്ന് അന്വേഷിക്കാൻ വന്ന സാറേ. എല്ലാവരും ഫെയർവെൽ കഴിയുമ്പോൾ പറയും ഈ ബാച്ചാണ് ഏറ്റവും നല്ല ബാച്ചെന്ന്. പക്ഷേ ഞാൻ പറയും ഈ ബാച്ചിലെ ഒരാളെയും ഞാൻ മറക്കത്തില്ല. എടാ, എക്സിബിഷന് പോയ കാലം മാത്രം ഞാൻ ഓട്ടോയും പിടിച്ച് വന്നിട്ടുണ്ട്. അവൻ ചാവത്തോ ഇല്ല. ഓട്ടോയ്ക്കകത്തി കഞ്ഞിക്കൊള്ള മത്തങ്ങ നമ്പര് സുഖിച്ച് കിടന്നുറങ്ങാവുന്നുള്ള നമ്പര്. മര്യാദയ്ക്ക് എല്ലാവരുടെ ബുക്ക് എടുത്തേ. ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. സാറേ, എനിക്ക് ഭയങ്കര തലവേദന സാറേ, ഞാനൊന്ന് കിടന്നോട്ടെ.
നൈസായിട്ട് ഉച്ചയ്ക്ക് കിടന്നിറങ്ങാനുള്ള ഐഡിയ അല്ലയോ? അല്ല സാറേ, സത്യമായിട്ട് നല്ല തലവേദന. അതാരടാ ആ ഒരു ഓയി വിട്ടെ? രാത്രി നീ ഉറങ്ങിയില്ലയോ? കക്കാൻ പോയേക്കുമായിരുന്നോ? ഡയലോഗ്. എമ്മയുടെ വീട്ടിൽ മതിലാണ് പറയാം. അടുത്ത ആഴ്ച PTA മീറ്റിംഗ് അല്ലയോ? പിടിച്ചോളാം. എടാ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, നീ നമ്മൾ തമ്മിൽ കാണുമോ? അതിനെന്താടാ, +1 നമുക്ക് ഓരോ സ്ഥലത്ത് അഡ്മിഷൻ എടുത്താൽ പോരെ? അപ്പൊ ട്യൂഷൻ ഒരേ സ്ഥലത്ത്, അപ്പൊ സെറ്റ്. അമ്മാരുടെ കൂടെ പോകുന്നു വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ ആ സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അമ്മാരുടെ കൂടെ പോകുന്നില്ല. പിന്നെ ഇടയ്ക്ക് തലവേദനയും വയറുവേദനയൊക്കെ ഉണ്ട്. ഓ ആണല്ലേ, എന്നാ നമുക്കൊന്ന് സ്കാൻ ചെയ്താലോ? അതിന് ഞാനല്ലല്ലോ ഡോക്ടർ. ആ ശരിയാണല്ലോ. അത് ചേട്ടാ ഫാറ്റി ലിവർ ആവാനാണ് ചാൻസ് കേട്ടോ. ഒരു കാര്യം ചെയ്യും, മോണ്ടക്കൽ സി തൽക്കാലം ഒന്ന് കഴിച്ചു നോക്ക് കേട്ടോ. വയറുവേദന എന്നിട്ട് പറഞ്ഞേ, ഞാൻ മോണ്ടക്കിൾ സി എന്നുള്ള ഒരു ടാബ്ലറ്റ് തരാം. അതൊരു 10 ദിവസം 3 നേരം വെച്ച് കഴിക്കുക കേട്ടോ. മുടക്കല്ലേ, എന്നിട്ട് വന്നൊന്ന് കാണണം തന്നെ ജീവനോടുണ്ടെങ്കിൽ. എന്നാടാ? ആ കൊള്ളടാ. എത്രടാ? അതൊന്നും കുഴപ്പമില്ലടാ. പറയടാ. വേണ്ടാന്നേ, ഇന്നലെ രാത്രി ഉറങ്ങി കാണത്തില്ലല്ലോ. നീ ഇഷ്ടപ്പെട്ടല്ലോ അത് മതി. എടാ നല്ലായിരുന്നു കേട്ടോ ഫോട്ടോ. എത്രയാടാ? എടാ അതൊന്നും വേണ്ടാന്നേ. പറയടാ, നീ 2 ദിവസം കഷ്ടപ്പെട്ടില്ലേ, പറ. എടാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട. നീ അത് വെച്ചേക്ക്. എന്തെങ്കിലും പറയും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പറയടാ. ഒരു മിനിറ്റ്, ഒരു കോള്. നീ ഒരുത്തി എന്നെ തേച്ചത് കാര്യമായിപ്പോയി. അവസാന നിമിഷം വന്നിട്ടുണ്ടല്ലോ, മറ്റേ പരിപാടി കാണിച്ചത് നീ എന്റെ അടുത്ത്. ബോഡി കാണിച്ചു. ഇനി അബദ്ധം പറ്റത്തില്ലടി, ഇനി അബദ്ധം പറ്റത്തില്ല. എനിക്കും നീ എന്നെ തേച്ചല്ലോടി. നിനക്ക് പറയായിരുന്നു, നിനക്ക് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. നീ എന്നെ തേച്ചല്ലോടി. ഈ വട്ടത്തെ റീയൂണിയന്റെ നീ വരുവോ? ഇല്ലടാ, എനിക്ക് ലീവ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ നോക്കട്ടെ, അടുത്ത വർഷം എല്ലാം വരാം. ഇവിടെ പേഷ്യൻസ് ഒക്കെ ഭയങ്കര അധികമാണ്. ശരി ബിസിയാ. എന്തുവാ റിയൂണിയൻ വരുന്നില്ലേ നീ? ഞാനൊന്നും വരുന്നില്ല, നീ വെച്ചാൽ പോടാ. എടാ ഇല്ലടാ, ഞാൻ വരത്തില്ലടാ. എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. ആകെ മൊത്തം കടത്തിലാണ്. അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. എല്ലാരും ഉണ്ടായിരുന്നു. എടാ എല്ലാരും ഉണ്ടെങ്കിലും ഞാൻ ഇല്ലടാ. മൊത്തത്തിൽ തിരക്കടാ, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇനി എനിക്ക് തെറ്റത്തില്ലടി. എടാ പഴയ ചെന്ന ഫ്രണ്ട്സ്